ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത്. ഇനി ആ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ചെറുതായി ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി അതിൻ്റെ ചൂടാറിയ ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തൊരു വലിയ ബോൾസായിട്ട് അതൊരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ ബോൾസാക്കി വെച്ച് ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ചെറിയ ചപ്പാത്തിയാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഇത് വലുതാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ പലകയിൽ വെച്ചൊന്ന് കുറച്ച് പൊടിയും കൂടി ചേർത്ത് നന്നായി വലിയ ചപ്പാത്തിയാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.